ഹായ്. അപ്പോൾ പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ പദ്ധതികളാണ്. അപ്പോൾ മുമ്പും നമ്മൾ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇത് കാണുന്നവർ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, വരിക. അതേപോലെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു പേപ്പറോ ബുക്കോ ഒരു പേനയോ ആയിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ടൈഗർ ആ ഒരു പദ്ധതി 1973 അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതങ്ങ് വിടാം. ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യാം, അത് മാത്രം റിവൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പാഠമുള്ളത് എന്ത് ചെയ്യുക, ഒന്നും കൂടി കാണുക. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാം പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ പദ്ധതികളാണ്. അതിലൊന്നാമത്തേതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതിയാണ്. നമ്മൾ മുമ്പും PSC പഠിക്കുന്നവർ പഠിച്ചിട്ടുള്ള അറിയാമല്ലോ. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി 1973 ഏപ്രിൽ 1 ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച കടുവാ സംരക്ഷണ പദ്ധതിയാണിത്, നമ്മുടെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണിത് ഇമ്പോർട്ടൻ്റ്, 1973 ഏപ്രിൽ 1 എന്ത് ചെയ്തത്, പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി പ്രഖ്യാപിച്ചത്. ഓക്കെ. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ബംഗാൾ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ അവയുടെ സാധ്യമായ അംഗസംഖ്യ ഉറപ്പാക്കുക. എന്താണ്? ആ ഒരു ബംഗാൾ കടുവകളുടെ എണ്ണം എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അടുത്തെന്താണ്? വംശനാശത്തിൽ നിന്ന് കടുവകളെ സംരക്ഷിക്കുക. എന്താണ്? മോളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? വംശനാശം സംഭവിക്കുന്ന കടുവകൾ എന്ത് ചെയ്യുക, അതിനെ സംരക്ഷിക്കുക. അടുത്ത് പറയുന്നത് എന്താണ്? രാജ്യത്തെ കടുവകളുടെ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യത്തെ എന്നേക്കുമായി പ്രതിനിധീകരിക്കുന്ന പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളായി ജൈവ പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അപ്പോൾ ഈ കടുവകളുമായിട്ട് ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയുള്ള ആ ഒരു ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അതുവഴി എന്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും? നമ്മുടെ ഈ ബംഗാൾ കടുവകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ. അടുത്ത പോയിന്റ്, 1973-74 കാലഘട്ടത്തിൽ പ്രോജക്റ്റ് ടൈഗറിൻ്റെ അടിസ്ഥാനത്തിൽ 9 കടുവാ സങ്കേതങ്ങളാണ് എന്ത് ചെയ്തത്, ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 1973-74 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, നമ്മൾ പ്രോജക്റ്റ് ടൈഗറിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ ആ ഒരു സമയത്ത് എത്ര കടുവാ സങ്കേതങ്ങൾ ആരംഭിച്ചു? 9 കടുവാ സങ്കേതങ്ങളാണ് എന്ത് ചെയ്തത്, ആരംഭിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്ത് 1973 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇന്ത്യ ഗവൺമെൻറ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ഇതൊരു നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ 1973 ആര് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്, നമ്മുടെ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി പ്രഖ്യാപിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി എന്ന് പ്രഖ്യാപിച്ചു 1973 ഏപ്രിൽ 1 പ്രഖ്യാപിച്ചു. ഓക്കെ. അടുത്ത് പ്രോജക്റ്റ് ടൈഗർ ആദ്യമായിട്ട് നടപ്പിലാക്കിയ നാഷണൽ പാർക്ക് ഏത് നാഷണൽ പാർക്കാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അറിയാമല്ലോ. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ ആദ്യമായിട്ട് നടപ്പിലാക്കിയ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അടുത്ത് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം. അപ്പോൾ 1973 പ്രോജക്റ്റ് ടൈഗർ വന്നു. എന്നാൽ 1972 തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ 1972 ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിച്ചു. അതിനു മുമ്പേ നമ്മുടെ അത് കഴിഞ്ഞിട്ട് 1973 പ്രോജക്റ്റ് ടൈഗർ വന്നത്. അപ്പോൾ നമ്മുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിക്കുന്നതിന് മുമ്പേ ആയിട്ട് ആരായിരുന്നു? നമ്മുടെ സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗമായിട്ട് കണക്കാക്കി. നോക്കിയാണല്ലോ. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിച്ചത് 1972. അടുത്ത് അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ്? അത് ജൂലൈ 29. അപ്പോൾ അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ജൂലൈ 29. സിമ്പിളായിരുന്നല്ലോ. സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ.
അടുത്ത നമ്മളൊരു ചെറിയൊരു പ്രൊജക്റ്റ് ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈഡ് ഹെഡിങ് ആണ് കടുവകളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ. ജസ്റ്റ് നമുക്ക് വായിച്ചു പോകാം, ഇതൊന്നും വലിയ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കടുവകളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള എന്തൊക്കെയാണ്? തൊക്കിനും എല്ലിനും വേണ്ടി കടുവകളെ വേട്ടയാടുന്നത്, കടുവത്തോല്, അതേപോലെ തന്നെ കടുവയുടെ എല്ലറിയാലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കടുവകളെ വേട്ടയാടുന്നത് കടുവകളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. കടുവകളുടെ എല്ല് പരമ്പരാഗത ഔഷധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മനസ്സിലായല്ലോ, കടുവകളുടെ എല്ല് പരമ്പരാഗതമായിട്ട് ചില ഔഷധങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന ആ ഒരു ഇതിൽ എന്ത് ചെയ്യുന്നു? കടുവയെ വേട്ടയാടുന്നു. അതേപോലെ തന്നെ മൃഗവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള വേട്ടയാടലും എന്ത് ചെയ്യുന്നു? അതും നടക്കുന്നു. അപ്പോൾ മൃഗവിൽപ്പനയ്ക്കും ആയിട്ടുള്ള വേട്ടയാടൽ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. ഓക്കെ, അടുത്ത് ആവാസ വ്യവസ്ഥയുടെ നാശം. അപ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് നാശം വരുമ്പോൾ ഒരു കടുവ ആ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ, കടുവകൾ ആ ഒരു ആവാസ വ്യവസ്ഥ അതിന് നാശം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കടുവയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ കടുവകൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാട് വിട്ട് നാട്ടിലേക്കൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഓക്കെ, അടുത്ത് ഭക്ഷണ ദൗർലഭ്യം. അറിയാമല്ലോ, നമ്മൾ ഈ കാട് വിട്ട് നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഭക്ഷണ ദൗർലഭ്യമാണ്. അത് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. നമ്മളിപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ കാട്ടിലെ അരുവികളൊന്നും കാണില്ല. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ എന്ത് ചെയ്യുന്നു? ഒരു കുളമൊക്കെ കുഴിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ, നമ്മുടെ കാട്ടിലുള്ള ജീവികൾക്ക് അവിടെ വന്ന് വെള്ളം അപ്പോൾ എന്ത് ചെയ്യും? അവർ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വളരെ കുറച്ചായിരിക്കും. മനസ്സിലായല്ലോ, അങ്ങനെ ഉള്ള പദ്ധതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ന്യൂസിലൊക്കെ വന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ കടുവകളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ: തൊക്കിനും എല്ലിനും വേണ്ടി കടുവകളെ വേട്ടയാടുന്നത്, കടുവകളുടെ എല്ല് പരമ്പരാഗത ഔഷധങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു, മൃഗവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള വേട്ടയാടൽ നടക്കുന്നുണ്ട്, ആവാസ വ്യവസ്ഥയുടെ നാശം സംഭവിക്കുമ്പോൾ, പിന്നെന്താണ്? ഭക്ഷണ ദൗർലഭ്യം നേരിടുമ്പോൾ. ഓക്കെ, അടുത്ത് ലോകത്തിലെ മുഴുവൻ കടുവകളുടെ 2/3 ഭാഗവും സംരക്ഷിച്ചു വരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ കടുവകളുടെ 2/3 ഭാഗവും സംരക്ഷിച്ചു വരുന്ന എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലും നേപ്പാളിലുമായിട്ടാണ് സംരക്ഷിച്ച് വരുന്നത്. എവിടെയാണ്? ഇന്ത്യയിലും നേപ്പാളിലും. ഓക്കെ, നിലവിൽ ഇന്ത്യയുടെ ടൈഗർ റിസർവുകൾ 58 എണ്ണമാണ്. അപ്പോൾ നിലവിലെ ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം ഇപ്പോൾ 58 ആണെന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിലവിലെ ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? 58 എണ്ണം. 58 എണ്ണം തന്നെയാണ് എൻ്റെ ഒരു കൺഫേം പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതിയാണ്. പ്രൊജക്റ്റ് ടൈഗറിൽ അറിയാമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതിയാണ്. അറിയാമല്ലോ, പ്രൊജക്റ്റ് എലിഫൻറ്റ്. അതിൽ പറയുന്നത് ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണെന്ത്? നമുക്കറിയാം, പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം എന്നാണ്? 1992 ഫെബ്രുവരി മാസത്തിലാണ് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ചത്. അപ്പോൾ എന്നാണ് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ചത്? 1992 ഫെബ്രുവരി മാസത്തിലാണ്. സിമ്പിളായിട്ട് കിട്ടുമല്ലോ, കിട്ടും. അടുത്ത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളിലും ആനകൾ എന്ത് ചെയ്യുന്നു? കണ്ടുവരുന്നു. 16 എണ്ണത്തോളം സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നു? ആനകൾ കണ്ടുവരുന്നു. അപ്പോൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളിൽ ആര് കണ്ടുവരുന്നു? നമ്മുടെ ആനകൾ കണ്ടുവരുന്നു. അടുത്ത് പ്രൊജക്റ്റ് എലിഫൻറ്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയമാണ് നമ്മുടെ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എലിഫൻറ്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനും അവരുടെ സംരക്ഷണത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാങ്കേതികമായിട്ടും സാമ്പത്തികവുമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന മന്ത്രാലയം ഏതാണ്? അത് നമ്മുടെ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയമാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? നമുക്കറിയാം, നമ്മുടെ ആനയാണ്. അറിയാലോ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? അത് ആനയാണ്. ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം
എന്നാണ് 2010 അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് ആനയെ അംഗീകരിച്ച വർഷം എന്നാണ് 2010 നമ്മൾ എന്ത് ചെയ്തത്, ആനയെ അംഗീകരിച്ചത്. ഓക്കെ, പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ? നമുക്കറിയാമല്ലോ, ആന സംരക്ഷണത്തിനായിട്ട് ശാസ്ത്രീയവും ആസൂത്രിതവുമായ മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ. മെയിൻലി എന്താണ്, നമ്മുടെ ആനകളെ പരിപാലിക്കുക, അതേപോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ആന സംരക്ഷണത്തിനായിട്ട് ശാസ്ത്രീയവും ആസൂത്രിതവുമായ മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും അതുവഴി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ ഓക്കെ അടുത്ത്, ആനക്കൊമ്പിൻ്റെ അനധികൃത വ്യാപാരം തടയുക, വേട്ടക്കാരിൽ നിന്നും ആന സംരക്ഷണം ഉറപ്പാക്കുക. ഇതും എന്താണ്, പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ആനക്കൊമ്പിൻ്റെ അനധികൃത വ്യാപാരം തടയുക. അറിയാമല്ലോ, ആനക്കൊമ്പ് വേട്ടയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ആനക്കൊമ്പിൻ്റെ അനധികൃത വ്യാപാരം തടയുക. അതേപോലെ എന്താണ്, വേട്ടക്കാരിൽ നിന്നും ആന സംരക്ഷണം ഉറപ്പാക്കുക. നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലൊക്കെ ഇതൊക്കെ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ആനകളുടെ ആ ഒരു എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ആനകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും അവയുടെ ദേശാടന പാതകളുടെയും പാരിസ്ഥിതിക പുനഃസ്ഥാപനം ഉറപ്പാക്കുക. എന്ത് ചെയ്യുക, അപ്പോൾ നമ്മുടെ ആനകളുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുടെയും അവയുടെ ദേശാടന പാതകളുടെയും പാരിസ്ഥിതിക പുനഃസ്ഥാപനം. നമ്മളിപ്പോൾ ആനകൾക്കൊരു പ്രത്യേക റൂട്ട് കാണും, ആനകൾക്കൊരു പ്രത്യേക ആവാസ വ്യവസ്ഥ കാണും. അതൊക്കെ എന്ത് ചെയ്യുക, പുനഃസ്ഥാപിച്ച് എടുക്കുക എന്നാണ് പറയുന്നത്. അടുത്ത്, മനുഷ്യരും ആനകളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം ലഘൂകരിക്കുകയും തടയുകയും ചെയ്യുക. നമ്മുടെ അരിക്കൊമ്പൻ്റെ കേസൊക്കെ അറിയാമല്ലോ, നമ്മുടെ അരിക്കൊമ്പൻ്റെ കേസ്, അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യരും ആനകളും തമ്മിലുള്ള, അറിയാമല്ലോ, ആനകൾ വന്നിട്ട് ചിലപ്പോൾ മനുഷ്യരെ കൊല്ലുന്ന രീതിയിലൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവുന്നുണ്ടോ, മനസ്സിലായല്ലോ, ആ കാര്യങ്ങൾ അവിടെ പറയുന്നു. ഓക്കെ, മനുഷ്യരും ആനകളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം ലഘൂകരിക്കുകയും അത് തടയുകയും ചെയ്യുക. അടുത്ത്, ആന സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശാസ്ത്രീയ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ ഈ വിഷയങ്ങളിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക. മനസ്സിലായല്ലോ, നമ്മുടെ ഈ ആനകളെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരു തേനീച്ചക്കൂട് പദ്ധതി എന്നും പറഞ്ഞിട്ട് നമ്മളെ കേരള ഗവൺമെൻറ് വനം വകുപ്പാണെന്ന് തോന്നുന്നു ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആന സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശാസ്ത്രീയ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക. ഈ വിഷയങ്ങളിൽ എന്ത് ചെയ്യുക, പൊതുജനങ്ങളെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ട് വയ്ക്കുക. ഓക്കെ ആണല്ലോ, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. സിമ്പിൾ കാര്യങ്ങളാണ്, അറിയാലോ. ഓക്കെ, അടുത്ത്, ആനകളുടെ ക്ഷേമത്തിനും ഇന്ത്യയിലെ ആനകളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് ഹാത്തി മേരെ സാത്തി. ഹിന്ദി ഒരു പേരാണ്. അപ്പോൾ ഹാത്തി അറിയാലോ, ആനയാണ്. അപ്പോൾ ആനകളുടെ ക്ഷേമത്തിനും ഇന്ത്യയിലെ ആനകളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ഏതാണ്, ഹാത്തി മേരി സാത്തി. അപ്പോൾ ഈ ഒരു ഹാത്തി മേരി സാത്തി ആരംഭിച്ച വർഷം എന്നാണ്ട 2019 മെയ് 24. അപ്പോൾ ഹാത്തി മേരി സാത്തി ആരംഭിച്ച വർഷമെന്ന് 2011 മെയ് 24. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പദ്ധതി കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രൊജക്റ്റ് ഗിർ ലയൺ. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഗിർ ലയൺ. മനസ്സിലായില്ലേ, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഗിർ ലയൺ. ആ ഒരു ഫോട്ടോ കണ്ടു കാണാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് ഗിർ ലയൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഏഷ്യാറ്റിക് സിംഹത്തിന്, അതായത് നമ്മുടെ പാൻഡറ ലിയോ എന്ന് പറയും, സിംഹത്തിന് കാട്ടിലെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ് പ്രൊജക്റ്റ് ഗിർ ലയൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏഷ്യാറ്റിക് സിംഹത്തിൻ്റെ ആ ഒരു വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണെന്ത്, പ്രൊജക്റ്റ് ഗിർ ലയൺ എന്ന് പറയുന്നത്. ഇതാണ് പ്രൊജക്റ്റ് ഗിർ ലയൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അടുത്ത് 2020 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് ലയൺ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആരാണ് എന്ത് പ്രൊജക്റ്റാണ് ഉദ്ഘാടനം ചെയ്തത്, ഏതാണ്, 2020 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രൊജക്റ്റ് ലയൺ പദ്ധതി, മനസ്സിലായല്ലോ, പ്രൊജക്റ്റ് ലയൺ പദ്ധതി ഇത് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, അടുത്ത്, ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് മേഖലയിലാണ് ഏഷ്യൻ സിംഹം കാണപ്പെടുന്നത്. നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടിലൻ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്കിലാണ് എന്ത് കാണുന്നത്, ഏഷ്യൻ സിംഹം കാണുന്നത്.
മധ്യപ്രദേശിലെ കുനോ വന്യജീവി സങ്കേതത്തിൽ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ രണ്ടാമത്തെ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനും പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്, ലക്ഷ്യം ഇടുന്നുണ്ട്. അപ്പോൾ സ്ഥാപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ മധ്യപ്രദേശിലെ കുനോ വന്യജീവി സങ്കേതത്തിൽ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ രണ്ടാമത്തെ ആവാസ വ്യവസ്ഥയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഓക്കെ, കുനോ വന്യജീവി സങ്കേതത്തിന് പുറമെ 6 പുതിയ സ്ഥലങ്ങൾ പ്രൊജക്ട് ലയണിന് കീഴിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുനോ വന്യജീവി സങ്കേതം അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, അത് മധ്യപ്രദേശിലാണ്. ഇവിടെ ഓരോ പോയിന്റും ഈ ഒരു കുനോ വന്യജീവി സങ്കേതം എവിടെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എവിടെയാണത്, അത് മധ്യപ്രദേശിലാണ്. അതേപോലെ തന്നെ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്, അത് ഗുജറാത്തിലാണ്. ഇതൊക്കെ ഒന്ന് എഴുതി വച്ചേക്കുക. ഓക്കെ, അപ്പോൾ കുനോ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളിപ്പോൾ ചവറ് പോലെ എന്തെങ്കിലും വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രം നിങ്ങൾ നോക്കി പോയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഇപ്പോൾ എന്തിനാണ് പ്രൊജക്ട് ലയൺ പദ്ധതി എന്ന് ഒരിക്കലും ചോദിക്കില്ല, എന്തിനാണ് പ്രൊജക്ട് എലിഫൻ്റ് എന്ന് ചോദിക്കില്ല. കാരണം എന്താണ്, അത് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടുന്ന ഇതൊക്കെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെടും. അതേപോലെ തന്നെ നമ്മുടെ PSCയിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് എന്താണ്, നമ്മുടെ ചേരുംപടി ചേർക്കുക, അറിയാമല്ലോ. അതും കുറച്ച് പരിപാടിയുള്ള പാടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാതെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് എഴുതി വെച്ച് ചെയ്യുക. ഗുജറാത്ത് സംസ്ഥാനത്തിലെയാണ് ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക്. അവിടെ കാണുന്നത് ഏഷ്യൻ സിംഹമാണ്. അതേപോലെ തന്നെ കുനോ വന്യജീവി സങ്കേതം എവിടെയാണ്, അത് മധ്യപ്രദേശിലാണ്. അവിടെയും ഏഷ്യാറ്റിക് സിംഹങ്ങളാണ് കാണപ്പെടുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ ആവാസം. ഓക്കെ, അത് പോട്ടെ. കുനോ വന്യജീവി സങ്കേതത്തിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, 6 പുതിയ സ്ഥലങ്ങൾ പ്രൊജക്ട് ലയണിന് കീഴിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊജക്ട് ഗിർ ലയൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രൊജക്റ്റ് സ്നോ ലെപ്പേർഡ്. ഇതാണ് നമ്മുടെ സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഫോട്ടോയിലൊന്നും വളരെ കാണാത്ത ഒരു സംഭവമാണ്. ഗൂഗിളിൽ കറക്റ്റായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കയറി, നമ്മുടെ യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രൊജക്റ്റ് സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലഡാക്കിൽ പോകുന്ന വ്ളോഗ്സിലൊക്കെ ചില സമയങ്ങളിൽ ആൾക്കാർ, നമ്മുടെ വ്ളോഗേഴ്സ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ സ്നോ ലെപ്പേർഡിനെ കണ്ടു എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ബാക്കി രാജ്യങ്ങളിലൊക്കെ യൂട്യൂബിൽ നിങ്ങൾ വ്ളോഗ് സെർച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഡാക്കിലൊക്കെ ഇത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വ്ളോഗിലൊക്കെ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് സ്നോ ലെപ്പേർഡ്, അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ ചവറായിട്ട് നോട്ട് എഴുതിയെടുക്കരുത്, ആവശ്യമുള്ളത് മാത്രം എഴുതിയെടുത്ത് പഠിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇപ്പോൾ അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ, എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ പറയുന്നത് ഹിമപ്പുലികളുടെ ആവാസ സംരക്ഷണവും വംശവ്യാപനവും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ സ്നോ ലെപ്പേർഡ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹിമപ്പുലികളുടെ ആ ഒരു ആവാസ സംരക്ഷണവും അവരുടെ വംശവ്യാപനവും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ പ്രൊജക്ട് സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2009 ജനുവരിയിലാണ് പ്രൊജക്ട് സ്നോ ലെപ്പേർഡ് ആരംഭിച്ചത്. എന്നാരംഭിച്ചു? 2009 ജനുവരിയിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ പ്രൊജക്റ്റ് സ്നോ ലെപ്പേർഡ് എന്ത് ചെയ്തത്, ആരംഭിച്ചത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, 2009 ജനുവരിയിലാണ് എന്ത് ചെയ്തത്, പ്രൊജക്റ്റ് സ്നോ ലെപ്പേർഡ് ആരംഭിച്ചത്. ഓക്കെ, അടുത്ത് മധ്യേഷ്യൻ പർവ്വതനിരകൾ, ഹിമാലയം, റഷ്യയിലെ ആൽത്തായ് പർവ്വതനിരകൾ എന്നിവിടങ്ങളിൽ ലോകത്തിൽ അവശേഷിക്കുന്ന 7500ഓളം ഹിമപ്പുലികൾ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. അപ്പോൾ മധ്യേഷ്യൻ പർവ്വതനിരകൾ, ഹിമാലയം, റഷ്യയിലെ ആൽത്തായ് പർവ്വതനിരകൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു എന്നിവിടങ്ങളിലാണ് 7500ഓളം, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ആ ഒരു ഹിമപ്പുലികൾ എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ, ആഗോള ഹിമപ്പുലികളുടെ ആവാസ വ്യവസ്ഥയുടെ 10% എവിടെയാണ്, നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മൾ അറിയാമല്ലോ, പുലികളുടെ 10% എവിടെയാണ്, ആഗോള ലോകത്താകമാനമുള്ള ഹിമപ്പുലികളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ 10% എവിടെയാണ്, നമ്മുടെ ഇന്ത്യയിലാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ആവാസ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നമുക്കടുത്ത് നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്, സിക്കിമിലുണ്ട്, അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ആവാസ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. ഇതൊന്നും നിങ്ങൾ നോക്കി വച്ചേക്കുക. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, നമ്മൾ ആ മുകളിൽ നിന്ന് ഇങ്ങനെ പോയാൽ മതി. ജമ്മു കാശ്മീർ, അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, അത് കഴിഞ്ഞ് നേരെ ആ സൈഡിൽ കൂടെ ഉത്തരാഖണ്ഡ്, അത് കഴിഞ്ഞ് സിക്കിം, പിന്നെ അരുണാചൽ പ്രദേശ്. നമ്മുടെ ഹിമാലയത്തിൻ്റെ ആ റേഞ്ചസ് ആണ്, അറിയാമല്ലോ. ഓക്കെ, അടുത്ത് ഇന്ത്യ ഗ്ലോബൽ സ്നെപ്പേർഡ് എക്കോസിസ്റ്റം പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ അംഗമായ വർഷം 2013. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗ്ലോബൽ സ്നോ ലെപ്പേർഡ് എക്കോസിസ്റ്റം പ്രൊട്ടക്ഷൻ പ്രോഗ്രാം GSLEPയിൽ അംഗമായ വർഷം
എന്നാണ് 2013 നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തത് അതിൽ അംഗമായത്. ഓക്കെ, അടുത്ത് നമ്മൾ എല്ലാവരിലും പറയുന്നത് പോലെ നമ്മുടെ ഹിമപ്പുലികൾ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ വ്യതിയാനം എന്താണ്? ഹിമപ്പുലികൾ നേരിടുന്ന ഭീഷണികളാണ്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യുന്നു? കോട്ടം സംഭവിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു അളവ് എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, അടുത്ത് ഭക്ഷ്യദൗർലഭ്യം എന്താണ്? അതും ഒരു കാരണമാണ്. അടുത്ത് കന്നുകാലികളെ ആക്രമിക്കുന്നതിനാൽ ഇവയെ തദ്ദേശീയർ എന്ത് ചെയ്യുന്നു? വേട്ടയാടുന്നു. നമ്മൾ ആ കന്നുകാലികൾ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർ കന്നുകാലികളെ വളർത്തുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ ഹിമപ്പുലി ആക്രമിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അവിടെയുള്ള ആൾക്കാരും ഹിമപ്പുലിയുമായിട്ട് ഒരു സംഘർഷം ഉണ്ടാകുന്നു. എന്ത് ചെയ്യുന്നു? അവരതിനെ കൊന്നൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഹിമപ്പുലികൾ നേരിടുന്ന ഭീഷണികളാണ് പറഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യദൗർലഭ്യം, കന്നുകാലികളെ ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവയെ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? വേട്ടയാടുന്നു. ഓക്കെ, അന്താരാഷ്ട്ര ഹിമപ്പുലി വർഷം എന്നാണ് ഒക്ടോബർ 23. അപ്പോൾ അന്താരാഷ്ട്ര ഹിമപ്പുലി ദിനം എന്നാണ് ഒക്ടോബർ 23. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊജക്റ്റ് സ്നോ ലെപ്പേർഡ് പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ കാര്യമാണ്, സിമ്പിളായിട്ടാണ് പോകുന്നത്. ഓക്കെ, അടുത്ത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രൊജക്റ്റ്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഈ കാണുന്ന ജീവിയാണ്. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. ഇനിയും പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ഫോട്ടോ വെച്ച് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വച്ചേക്കുക. അപ്പോൾ ഇവനാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെക്കുറിച്ചുള്ള പ്രൊജക്റ്റാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രൊജക്റ്റ് ആരംഭിച്ച വർഷം 2013 ജൂൺ 5. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രൊജക്റ്റ് ആരംഭിച്ചതെന്നാണ് 2013 ജൂൺ 5. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടാണ്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2013 ജൂൺ 5 അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടാണ്. ആരാണ്? അശോക് ഗെഹ്ലോട്ടാണ്. ഓക്കെ, അപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഏത് സംസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? നമ്മുടെ രാജസ്ഥാനുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ 2013 ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രൊജക്റ്റ് ആരംഭിച്ചു. 2013 ജൂൺ 5 ആരാണ്? അശോക് ഗെഹ്ലോട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അടുത്ത ഇത് വന്നു. രാജസ്ഥാന് സംസ്ഥാന പക്ഷി ഏതാണ്? അത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്. നേരത്തെ കാണിച്ച ആ ഒരു പക്ഷി. അപ്പോൾ രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അടുത്ത് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ നാശത്തിനു കാരണമായ കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുൽമൈതാനങ്ങളുടെ നാശം. അപ്പോൾ പുൽമൈതാനങ്ങൾ നശിച്ചപ്പോൾ എന്ത് ചെയ്തു? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന് വംശത്തിന് നാശം സംഭവിച്ചു. അതേപോലെ തന്നെ പ്രജനന സമയത്ത് നേരിടുന്ന ആക്രമണങ്ങൾ. പിന്നെന്താണ്? ഇവയെ ഉപയോഗിച്ച് കായിക വിനോദം നടത്തുന്നത്. അവിടെയുള്ള തദ്ദേശീയർ എന്ത് ചെയ്യുന്നു? ഈ ഒരു ജീവിയെ ഉപയോഗിച്ച്, ഈ ഒരു പക്ഷിയെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കായിക വിനോദം നടത്തുന്നു. അതേപോലെ തന്നെ ഇലക്ട്രിക് വയറുകളുമായിട്ടുള്ള കൂട്ടിയിടി കാരണം എന്ത് ചെയ്തു? കുറേയേറെ മരിക്കാൻ കാരണമായി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ നാശത്തിന് കാരണമാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഈ നമ്മുടെ കായിക വിനോദം എന്ന് പറയുമ്പോൾ എന്താണ്? കോഴിപ്പോര് പോലത്തെ പരിപാടിയാണ്, മനസ്സിലായല്ലോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ നാശത്തിന് കാരണമായ കാരണങ്ങൾ ഏതൊക്കെയാണ്? പുൽമൈതാനങ്ങളുടെ നാശനം. രാജസ്ഥാനാണ്, അറിയാമല്ലോ. രാജസ്ഥാനിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പുൽമൈതാനങ്ങൾ കാണുള്ളൂ. അപ്പോൾ അതും നശിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഈ ഒരു ജീവികളുടെ നാശത്തിന് കാരണമാണ്. ഓക്കെ, അടുത്ത് പ്രജനന സമയത്ത് നേരിടുന്ന ആക്രമണങ്ങൾ. അതേപോലെ തന്നെ ഇവയെ ഉപയോഗിച്ച് കായിക വിനോദം നടത്തുന്നത്. പിന്നെന്താണ്? ഇലക്ട്രിക് വയറുകളുമായിട്ടുള്ള കൂട്ടിയിടി കാരണം എന്ത് ചെയ്യുന്നു? ഇവ നശിക്കുന്നു. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ വംശനാശത്തിന് കാരണമാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കൺസർവേഷൻ പ്രൊജക്റ്റ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം എവിടെയായിരിക്കും? നമ്മുടെ രാജസ്ഥാനാണ്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കൺസർവേഷൻ പ്രൊജക്റ്റ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ രാജസ്ഥാനാണ്. അടുത്ത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സ്ഥിതി ചെയ്യുന്ന DNP സാങ്ച്വറിയിലാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചത്. അപ്പോൾ നമ്മുടെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സ്ഥിതി ചെയ്യുന്ന DNP സാങ്ച്വറിയിലാണ് ആദ്യമായിട്ട് ഈ പ്രൊജക്റ്റ് ആരംഭിച്ചത്. ഏത് പ്രൊജക്റ്റ്?
ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കൺസർവേഷൻ പ്രൊജക്റ്റ് എവിടെ ആരംഭിച്ചു? രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ്. ഈ ഒരു ജയ്സാൽമീറിലെ DNP സാങ്ച്വറിയിലാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കൺസർവേഷൻ ആരംഭിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അടുത്ത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്തു എന്ന് കരുതുന്നു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റാണ്. അപ്പോൾ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ് കണ്ടല്ലോ, ഫോട്ടോ ഉണ്ടല്ലോ. ഇത് ബ്രീഡിംഗ് ആയിട്ടുള്ള ആ കാര്യമല്ല, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ്, ഇതാണ് നമ്മുടെ ക്രൊക്കഡൈൽ, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത് മുതലകളുടെ സംഖ്യ കുറയുന്നതിനോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ്റുമായി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഒരു മുതല സംരക്ഷണ പരിപാടിയായ UNDPFAO ക്രൊക്കഡൈൽ ബ്രീഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ആരംഭിച്ച പദ്ധതിയാണ് ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുതലകളുടെ സംഖ്യ കുറയുന്നതിനോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ഒരു മുതല സംരക്ഷണ പരിപാടിയായിട്ട് UNDPFAO ക്രൊക്കഡൈൽ ബ്രീഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമ്മുടെ സംസ്ഥാന സഹകരിച്ച് ഉള്ള പരിപാടി എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ഒരു സംസ്ഥാനം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരള തമിഴ്നാടും ആയിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് കാണാം. അത് രണ്ട് ചെക്ക് പോസ്റ്റുകൾ ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അവിടെ കേരള നമ്മുടെ ഇതും കാണും, നമ്മുടെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരും കാണും. അപ്പോൾ അതാണ് നമ്മുടെ സഹകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്നാരംഭിച്ചു? 1975 ആരംഭിച്ചു. അപ്പോൾ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 1975 ആരംഭിച്ചത്. ഓക്കെ, ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ ഒഡീഷയാണ്. അപ്പോൾ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഒഡീഷയാണ്. അപ്പോൾ ചിലർക്ക് നമ്മുടെ ഈ ഒരു ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാർ ഡാം ചിലപ്പോൾ മനസ്സിൽ കയറി വരാം. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് സംശയം വരുന്നവരെന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിയിട്ട് അത് വേറെയാണ്, ഇത് വേറെയാണ്, അറിയാമല്ലോ. അപ്പോൾ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ്? അത് നമ്മുടെ ഒഡീഷയാണ്. എവിടെയാണ്? ഒഡീഷയാണ്. അടുത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് മുതല സംരക്ഷണം ആരംഭിച്ച വർഷവും എന്നാണ് 1975 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് മുതല സംരക്ഷണം ആരംഭിച്ചതെന്നാണ് 1975 തന്നെയാണ്. ഓക്കെ, അടുത്ത് ക്രൊക്കഡൈൽ ബ്രീഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് ഹൈദരാബാദിലാണ് ആസ്ഥാനം. എന്ന് വന്നു? 1980 വന്നത്. അപ്പോൾ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1980 ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ഹൈദരാബാദിലാണ്. അപ്പോൾ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1980 എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത് സുപ്രസിദ്ധ ഓസ്ട്രേലിയൻ സാഹസികൻ സ്റ്റീവ് ഇർവിൻ്റെ പേരിൽ കേരളത്തിൽ ആരംഭിച്ച മുതല സങ്കേതം. അത് വന്നു. ഓക്കെ, എവിടെയാണ്? നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. അതെന്താണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സുപ്രസിദ്ധ ഓസ്ട്രേലിയൻ സാഹസികൻ സ്റ്റീവ് ഇർവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അയാൾ നമ്മുടെ ഡിസ്കവറിയിലൊക്കെ അറിയാമല്ലോ. ഭയങ്കര അദ്ദേഹത്തിൻ്റെ മോനും ഇതേപോലെ നമ്മുടെ മുതലപിടുത്തക്കാരനാണ്. അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ സുപ്രസിദ്ധ ഓസ്ട്രേലിയൻ സാഹസികൻ സ്റ്റീവ് ഇർവിൻ്റെ പേരിൽ കേരളത്തിൽ ആരംഭിച്ച ഒരു മുതല സങ്കേതം, അതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ എവിടെയാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ക്രൊക്കഡൈൽ പാർക്കാണ്. അറിയാമല്ലോ, പോയിട്ടുള്ളവർ അറിയാമെന്ന് തോന്നുന്നു. അടുത്ത് പെരുവണ്ണാമൂഴി മുതല വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കോഴിക്കോടാണ്. അപ്പോൾ പെരുവണ്ണാമൂഴി മുതല വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മുതല വളർത്തൽ നമ്മുടെ ക്രൊക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. പെരുവണ്ണാമൂഴി മുതല വളർത്തൽ കേന്ദ്രം നമ്മുടെ കോഴിക്കോടാണ്. അതേപോലെ തന്നെ സുപ്രസിദ്ധ ഓസ്ട്രേലിയൻ സാഹസികൻ, നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞല്ലോ, സുപ്രസിദ്ധ ഓസ്ട്രേലിയൻ സാഹസികൻ സ്റ്റീവ് ഇർവിൻ്റെ പേരിൽ കേരളത്തിൽ ആരംഭിച്ച മുതല സങ്കേതം നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്, തിരുവനന്തപുരത്താണ്. അവിടെയാണ് നമ്മുടെ ക്രൊക്കഡൈൽ പാർക്കുള്ളത്. ഓക്കെ ആണല്ലോ, നമ്മുടെ ലയൺ സഫാരി പാർക്കും അവിടെയാണ്. ഓക്കെ, പിന്നെ പറഞ്ഞെന്താണ്? ക്രൊക്കഡൈൽ ബ്രീഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് 1980 ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ്.
ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് മുതല സംരക്ഷണ പദ്ധതി സംരക്ഷണം ആരംഭിച്ചതെന്നാണ്. അത് നമ്മുടെ 1975 ഈ 1975 തന്നെയാണ് എന്ത് വന്നത്, നമ്മുടെ ക്രോക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ് വന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് വൈൽഡ് ലൈഫ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതെന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കമൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.